നമ്മളുടെ ഇവിടെ 4 എമർജൻസി വിൻഡോ ഉണ്ട്. ചെറിയ ഫ്ലൈറ്റ് 8 ഇയർ ആയതുകൊണ്ട് അവിടെയും ഇവിടെ 2 ഇവിടെ 2 4 എണ്ണമാണ് ഉള്ളത്. പിന്നെ വെളിയിൽ കൈയിടരുത്, തലയിടരുത്, പക്ഷി കുത്തും. ഈ മരത്തിലുള്ള മുഴുവൻ ഉറുമ്പിനോട് എങ്ങനെ അനുവാദം മേടിക്കാനാണ്? ഞാൻ ഈ മരം വെട്ടുണ്ട്, അനുവാദം തരുമോ? ഇതങ്ങനെ പറയുമ്പോണ്ടല്ല, ഈ ഉറുമ്പുകളുടെ സ്വഭാവം അനുസരിച്ച് ഈ ഇറങ്ങി വരുന്ന ഉറുമ്പുകളില്ലേ, അവരോട് ഈ ഉറുമ്പ് പറയും അനുവാദം ചോദിച്ചിട്ടാ. കല്ലേ കല്ലേ അന്തിക്കല്ലേ തിരി കരളിൽ കായോ കറി വെക്കും കാരപ്പെണ്ണേ ടച്ച്. Passengers for flight GA642 to Rome, please go to gate 26. പേടിയാണോ? അല്ല സീറ്റ് ബെൽറ്റ് മാറ്റരുത്, സീറ്റ് ബെൽറ്റ് മാറ്റരുത്. ഇപ്പൊ പാന്റിലെ ബെൽറ്റ് ഇല്ല, പിന്നെയാണ് കൺഗ്രാറ്റുലേഷൻസ്, ന്യൂലി മാരീഡ്. ഞങ്ങൾ ഇപ്പൊ ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഈ യാത്ര പോയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നാട്ടിൽ വന്ന് കെട്ടണം. എവിടെ പോകും? ഊട്ടി. ഈശ്വര, കൽക്കരി ട്രെയിൻ എന്നും പറഞ്ഞ് ഫ്ലൈറ്റ് കയറിയിരിക്കുന്നു. പുക കണ്ട വിചാരിച്ച് കൽക്കരി ട്രെയിൻ എന്ന്. ഹലോ, ഇത് ഫ്ലൈറ്റ് ആണ്, അല്ലാതെ ഊട്ടിയിലല്ല. ഊട്ടിയുടെ മുകളിലെത്തുമ്പോ ഈ കുട്ടി തൂങ്ങി ഇറങ്ങുമോ? എങ്ങനെയാണ്? ഊട്ടി നിർത്തൂലേ? ഊട്ടിയില് സ്റ്റോപ്പില്ല. ഇത് എങ്ങോട്ടാന്ന് വിചാരിച്ചാ കേറിയേ? ഒരു കാര്യം ചെയ്. ഹലോ, കണ്ണൂരോ? ഇതൊക്കെ വഴിതെറ്റി വന്ന് കയറിയ നിങ്ങൾ ടീമുകളാണ്. എങ്ങോട്ടാ പോണേ? സാർ എവിടെ പോകുന്നു? സാർ, എനിക്ക് ബിസിനസ് ഉണ്ട്. ബിസിനസ് എവിടെയാണ് സാർ? ഉച്ചക്കട. ഉച്ചക്കട. ഉച്ചക്കടയിലെ ഉച്ചക്കട പോകാൻ കയറിയതോടെ താങ്കൾ? ഐശ്വര്യ കോമഡി മാസ്റ്റേഴ്സിന്റെ ടീം ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു പിടിച്ചിരുന്നോ? പിടിച്ചിരുന്നോ? ഹലോ അണ്ണാ, അണ്ണാ, ഞാൻ വിചാരിച്ചേ ഇത് പ്രൈവറ്റ് ബസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്ലൈറ്റിലും ഇടക്കിടക്കുണ്ട്. നേരെ ഇത് ടർബുലൻസ് എന്ന് പറയും. ഉല്ലാസണ്ണ ഞാനും കൂടെ മസ്കറ്റിൽ മസ്കറ്റിൽ ഒരു ഷോയ്ക്ക് വേണം. അപ്പം ഉല്ലാസണ്ണ ഞാൻ വിൻഡോ സീറ്റ് അവിടെ ഉല്ലാസണ്ണ സൈഡിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ തൊട്ട് ഞങ്ങൾ അടുത്തടുത്ത് ഇരിപ്പുണ്ട്. അപ്പം എടാ കുഞ്ഞാ, കേറി ഞങ്ങളെല്ലാരും ഉണ്ട്. ഫോൺ വിളിക്കും. പാവം, അയ്യോ എനിക്ക് പാവം തോന്നുന്നു ഇപ്പോഴും. അയാൾ എല്ലാം അടിച്ച് ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഫോണൊന്നും വരുന്നില്ല. ഹലോ, ഗ്ലാസിന്റെ അതുവഴി കേറി എടുത്തില്ല, ഇപ്പൊ എടുക്കും. ഞങ്ങളെല്ലാരും കേറി. ഞാൻ ഇരിപ്പുണ്ട്. നോബിമാമൻ ഉണ്ട്, എന്റെ അടുത്തുണ്ട് നോബിമാമൻ. ഉണ്ട്. ഞങ്ങള് ബുധനാഴ്ച നടന്ന് തിരിച്ചു വരും. ഇന്ന് വന്നപ്പോഴേ എയർ ഹോസ്റ്റസ് മറ്റേ ഹീറ്റ് ടവലില്ലേ, അത് കൊണ്ടുവന്നു. ഞങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവച്ചു. ഞാൻ 2 എണ്ണം എടുത്തിട്ട് ഒന്നുമില്ല സാറിന് കൊടുത്തു. എന്നാ തണുക്കും മുമ്പേ തിന്നാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അണ്ണാ അപ്പൊ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൈ കൊടുത്തപ്പോ ചൂട്. അണ്ണാ തണുക്കും മുമ്പേ തിന്നാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതില് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് പറയാനുള്ള ഒരാളാണ് നമ്മുടെ അങ്ങ് വിൻഡോ സീറ്റിലിരിക്കുന്നത് നമ്മുടെ ശ്രീവിദ്യ. ബിക്കോസ് ഒരു എയർ ഹോസ്റ്റസ് അല്ലെ, ക്യാബിൻ ക്രൂ ട്രെയിനിങ് ഒക്കെ എടുത്ത ഒരാളാണ്. ഞങ്ങള് നിന്റെ ഫ്ലൈറ്റിൽ കയറിയിരിക്കട്ടെ, എങ്ങനെയായിരിക്കും ഒരു പ്രസന്റേഷനും കാര്യങ്ങളും? എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ശ്രീവിദ്യക്കെതിരെ പറയും ഫയൽ. നീ അലമ്പായിരിക്കുന്നു. ഞാൻ അലമ്പായിരിക്കും പിന്നെ എന്റെ ഫ്ലൈറ്റില്. എന്നൊന്ന് കാണണമല്ലോ, ഒരവസരം തരാം. എയർ ഹോസ്റ്റസ് ആയിട്ട് ക്യാബിൻ ക്രൂ ആയിട്ട് ശ്രീവിദ്യ ആണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഇത് അവിടെ നിന്ന് കയറി വന്നിരുന്നോ? ബോർഡിംഗ് പാസ് കാണിക്കണേ ശ്രീവിദ്യനെ. ഫ്ലൈറ്റ് എന്റെ തറവാടാണേ, തറവാട്ട് ഫ്ലൈറ്റാ, അതുകൊണ്ട് എന്നാലും എനിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. ശരി. This guy was late. I know. മറ്റേ അത് പറഞ്ഞില്ല, എനിക്ക് അത് വേണം. അത് വരും. ആദ്യം താമന്നിരിക്കും ഒരു മിനിറ്റ്. ഞാനിതേ ബാലരാമപുരത്ത് നിന്ന് കാഞ്ഞിരംകുളത്തുള്ള ടക്കറിൽ കയറി വരും. This is your seat. Thank you. You keep your luggage there. Luggage. ലഗേജ് ഇല്ല, Okay, No you bags. just- ഒന്നും എടുത്തില്ല, പെട്ടെന്നുള്ള യാത്രയായിരുന്നേ. കുഞ്ഞമ്മയ്ക്ക് വയ്യ. It's okay, you can sit. And please fasten your seat belt, sir. Fasten your seat belt, sir. അവരൊക്കെ ഇട്ടോ? Yeah. എന്നാ ഞാൻ ഇടും. Okay. Like this. ഇട്ട് തരുമോ? ഇല്ലല്ലോ, No. ഞാൻ തന്നെ ഇടണ്ടേ? It's okay.
ഓക്കെ, ഞാൻ അനൗൺസ്മെന്റ് തരും. അപ്പം എല്ലാം മലയാളി പാസഞ്ചേഴ്സ് ആയതുകൊണ്ട് ഞാൻ മലയാളത്തിലായിരിക്കും അനൗൺസ്മെന്റ് തരിക. ശരി. നാട്ടിലെ ഇലക്ഷൻ ഒക്കെ അനൗൺസ് ചെയ്യായിരുന്നോ? സാറിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണോ? ആദ്യമായിട്ടാ. അത് തോന്നി. കുഞ്ഞമ്മയ്ക്ക് സുഖമില്ല, അതാണ്. അതൊക്കെ കുഞ്ഞമ്മയ്ക്ക് സുഖമില്ലാത്തതിന് നമുക്ക് ഈ ഫ്ലൈറ്റ് ഉപയോഗിക്കാം. കുഞ്ഞമ്മയ്ക്ക് സുഖമല്ലാതെ മെഡിക്കൽ കോളേജ് കിടക്കും നീന്തണ ദുബായ് ഫ്ലൈറ്റ് കയറി. അല്ല, കുഞ്ഞമ്മ ദുബായിലാണ്. അല്ല, ഒരു മിനിറ്റ്, ഫ്ലൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കോ. ഓക്കെ, നമ്മളുടെ ഇവിടെ 4 എമർജൻസി വിൻഡോ ഉണ്ട്. ചെറിയ ഫ്ലൈറ്റ് 8 ഇയർ ആയതുകൊണ്ട് അവിടെയും ഇവിടെ 2 4 ഉള്ളത്. അതായത് നമ്മുടെ വണ്ടി ഇപ്പൊ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഗട്ടറിൽ വീഴുന്ന പോലെ എയർ ഗട്ടറിൽ വീഴും. അപ്പൊ നമ്മൾ കുലുങ്ങും. അപ്പോൾ നമ്മളുടെ സീറ്റ് ബെൽറ്റ് അഴിക്കരുത്, നമ്മൾ ബാത്റൂമിൽ ഒന്നും പോകരുത്. പിന്നെ വെളിയിൽ കൈയിടരുത്, തലയിടരുത്, പക്ഷി കുത്തും. ചെറിയ കുലുക്കോണോ വലിയ കുലുക്കോണോ? അത് ഡിപ്പെൻസ് നിങ്ങളുടെ ഒരു സാഹചര്യം പോലെ ഇരിക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ പൊങ്ങും, പിന്നെ ഇങ്ങനെ കുലുങ്ങും. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കുത്തിയാൽ മതി. കുത്തിക്കൊണ്ടിരിക്കണേ, എനിക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ നോക്കുന്നത്. Excuse me. A burger and a glass Even of I juice. wanted the same thing. Your seat number please. 1A. Yeah, okay. 1A. Please wait. Yeah, Wait a thank second. Okay. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഭയങ്കര സമാധാനം കിട്ടി. 5ാം പാട്ടിലേക്കുള്ള ബ്രെഡും പാലും പറഞ്ഞു. സിസ്റ്റർ, അയ്യോ സത്യം. നിനക്ക് ഇഞ്ചക്ഷൻ ഉണ്ടോ? കുഞ്ഞമ്മ ബാഗ് ദുബായിലിടണ്ടായിരുന്നു, ഇതിൽ കൊണ്ടുവന്നു. മാമിന്റെ ജ്യൂസ്. മാമിന്റെ ജ്യൂസ് അല്ലല്ല, മാമിന്റെ ഞാൻ burger order ചെയ്തു. ഷെയർ ചെയ്യേണ്ടി വരുമല്ലോ. കുഴപ്പമില്ല, ഞങ്ങൾ ഇല്ല, share ചെയ്യാം. മാമിന്റെ ഓ, എനിക്ക് ജ്യൂസ് വേണ്ട. കുടിച്ചിട്ട് വെച്ചേക്കുവാണോ? ദാ. മാമിന്റെ എന്നാ സർ? എനിക്ക് ഇവിടെ മതി. അല്ല, സാറിന് പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. ഇതേ ഉള്ളോ? Do you have some wine? നോ 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 നോ. മേഡം, ഇത് ഇത് പൊതിച്ചോറുണ്ടാന്ന്. ഇല്ല മാം, നമ്മള് ഇല്ല, അത് കിട്ടുന്നു. നല്ല വിശപ്പ്. വീട്ടിലെ ഊണുണ്ടാന്ന് പ്ലേറ്റ്. ഇല്ല ബർഗർ മാത്രമേ ഉള്ളൂ. മേഡം, നമ്മൾ എത്ര മണിക്ക് എത്തും കറക്റ്റ് ആയിട്ട്? നമുക്ക് 1 hour ഫ്ലൈറ്റ് ആണ്. ഇത്രയല്ലോ. മാഡം മാത്രമേ ഉള്ളോ? അതെ ഇത് 8 year ആയതുകൊണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട്? മാമന്റെ മക്കള് 2 പേരുണ്ട്. കല്യാണം ആലോചിക്കും. മേഡം മാത്രമേ ഉള്ളൂ ഇത്. അപ്പൊ തൂക്കണതും കഴിവണം എല്ലാം നിങ്ങൾ തന്നെ. ഉടനെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പൊ ക്യാപ്റ്റൻ അനൗൺസ്മെന്റ് വരും. അപ്പൊ ലാൻഡ് ചെയ്യുന്നവരെ നമ്മൾ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പാടില്ല. ഓക്കെ? അയ്യോ, ഈ ബർഗർ ഒന്ന് പിടിക്കോ? വേറെ സീറ്റ് ഇല്ലേ? ശമ്പളം എത്ര ഉണ്ട് ഇവിടെ? കുഴപ്പമില്ല, നല്ലതുണ്ട്. പിന്നെ അച്ഛന്റെ ഫ്ലൈറ്റ് ആണല്ലോ. അച്ഛൻ ടക്കറിലെ കളിയായിരുന്നോ? അല്ല, മോളെ അതേ മേഖലയിലേക്ക് വിട്ടു. ഓക്കെ, ഇപ്പൊ എയറോ ബ്രിഡ്ജ് വരും. ഉടനെ നമുക്ക് പാലം ഇങ്ങനെ ഇറങ്ങാം. അപ്പൊ നമുക്ക് ഇറങ്ങാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്. Thank you so much. It was beautiful flight. Nice air hostess. നല്ലായിരുന്നു. നിങ്ങൾ കളിച്ചോണ്ട് ചെയ്താണ്ട സമയം നാടകത്തിന് റിഹേഴ്സൽ തുടങ്ങി. പിന്നെ ആണോ? പിന്നെ അങ്ങോട്ട് പോണ്ടേ? ലഗേജ് ചെയ്ത് വെച്ചില്ല. ലഗേജ് ഉണ്ട്. 3ാമത്തേലാണോ ലഗേജ്? അല്ലല്ല, നമ്മുടെ നമ്പർ 2. Number 2. Come on, let's go. രാത്രിലില്ലികൾ പൂത്തപ്പോൾ ഒരു മാത്രയി മിഴി മിന്നിയോ. നെഞ്ചിലെ കുളിർവള്ളിയിൽ പണിമഞ്ഞുമൈനകൾ മൂളിയോ. മതി. അച്ഛൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അല്ലേ? നീ ഒരു കാലത്തും ഓക്കെ ആവൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് മതി എന്ന് പറഞ്ഞത്. എന്തായാലും നമ്മുടെ നാടക സമിതിയുടെ ടൈറ്റിൽ സോങ്ങിന്റെ റിഹേഴ്സൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഡയലോഗ് പോർഷന്റെ റിഹേഴ്സൽ നോക്കാം. ഡയലോഗ് പോർഷൻ കഴിഞ്ഞ 3 ദിവസമായി ഈ തൂണിനെ എന്റെ നായികയായി സങ്കല്പിച്ച് ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൂണിന് പോലും ഇപ്പൊ എന്നോട് പ്രണയമാണ്. ഐ ലവ് യു. എടാ, നിന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ടുണ്ടല്ല, ശരിക്കും നീ തൂണിൽ കെട്ടിയിട്ട് ചാട്ടമാറിന് അടിക്കേ വേണ്ടത്. എന്ത് വർത്തമാനാണ് ആശാൻ ഈ പറയുന്നത്? എന്റെ കയ്യിലിരിപ്പ് എന്താണ് കുഴപ്പം? ഞാൻ നായികയുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് അഭിനയിച്ചു, അതാണോ തെറ്റ്? എടാ, മിങ്കിൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലടാ. നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴല്ലേ മിങ്കിൾ ചെയ്ത് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അഭിനയിച്ചതല്ലേ. സ്റ്റേജിലപ്പോ നീ ഇതൊന്നും ചെയ്യില്ല. സ്റ്റേജ് ഞാൻ മറന്നു പോകും. നീ എങ്ങനെയാ മിങ്കിൾ ചെയ്ത് അഭിനയിച്ചത്? നിന്റെ ഒറ്റ ഡയലോഗിലാണ് ആ പെൺകുട്ടി ഇവിടെ തെറ്റിപ്പിരിച്ച് ഇറങ്ങിപ്പോയത്. ആശാനെ, ഞാൻ ഒരു ഡയലോഗ് എന്റെ കയ്യിൽ നിന്നിട്ടു, അതാണോ കുഴപ്പം? നീ എന്താണ് കയ്യിൽ നിന്നിട്ട്? ഞാനൊന്ന് കേൾക്കട്ടെ. ഐ പ്രണയിനി, എന്റെ സുന്ദരി, എന്റെ പ്രണയ പുഷ്പങ്ങൾ നിനക്ക് ഞാൻ തരട്ടെ. കമോൺ ബേബിയാ. അവന്റെ കമോൺ ബേബി
അല്ല ഈ കമോൺ ബേബി പറയുമ്പോ യാ കയറി വരും. അതിങ്ങനെയാ അച്ഛാ ഇതിലൊന്നും പഠിക്കൂല. എന്താടാ മോനെ പാ. അച്ഛാ ഞാനേ ബാങ്കിലൊന്ന് പോയിട്ട് വരാം കേട്ടോ. ബാംഗ്ലൂരോ? ഞാനും വരുന്നു ബാംഗ്ലൂർ. ബാംഗ്ലൂരല്ല, ബാങ്കിൽ പോയിട്ട് വരാം. ബാങ്കിൽ പോയിട്ട് എടാ മോനെ, നീ പോകുമ്പോഴേ നമ്മുടെ ജംഗ്ഷനിലെ ആ കുമാറിന്റെ കടയില് നമ്മുടെ ഫ്രണ്ട് കർട്ടൻ അടിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ കർട്ടനില് എന്റെ ഫോൺ നമ്പറാണ് കൊടുത്തേക്കണത്. അത് മാറ്റിയിട്ട് ദേ ഇവന്റെ ഫോൺ നമ്പർ വെച്ചാൽ മതി. ഇപ്പോഴെങ്കിലും മനസ്സാന്തരം ഉണ്ടായല്ലോ ആശാന്. എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഫോൺ നമ്പർ തന്നെ കൊടുക്കണം. അയ്യോ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. പിന്നെ എപ്പോ നാടകം കഴിഞ്ഞാലും അപ്പൊ ഇവന്റെ നമ്പർ ചോദിച്ച ആൾക്കാർ എന്റെ ഫോണിലേക്ക് വിളിയാ. ഇവനെ ചീത്ത വിളിക്കാൻ എടുക്കും. നമുക്ക് മാത്രമല്ല, അച്ഛനും വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവന്റെ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിലായിക്കോളൂല്ലോ. ഞാൻ എന്തിനാ എന്റെ ഇടയിൽ കിടന്ന് നീർന്നത്? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഈ ചേട്ടൻ ഡയലോഗ് പഠിക്കാത്തോണ്ടല്ലേ ഇങ്ങനെ തെറിയേക്കുന്നത്? ഞാൻ എന്ത് ഡയലോഗാണ്? നമ്മൾ ആപ്പാട് പറയുന്ന ഡയലോഗ് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഒരു ഡയലോഗ് അല്ലേ ഉള്ളൂ. ഒറ്റ ഡയലോഗേ ചേട്ടനുള്ളൂ. അതാണ് ചേട്ടൻ തെറ്റിക്കുന്നത്. അതായത് ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാടകം കാണാൻ വന്നപ്പോൾ ചേട്ടൻ ആ ഡയലോഗ് തെറ്റിച്ചായിരുന്നു. കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണം. എന്നിട്ട് ചേട്ടൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ പിള്ള കട്ടൻ ചായ ആയിട്ട് വരുമ്പോ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. ഒരു കാര്യം, ഈ വെളി പോകുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തൊണ്ട വളരാനുള്ള ഒരു ഗുളിക മേടിക്കണം. അല്ല, തൊണ്ട ഇനിയും വളർന്നാലേ ഒട്ടകത്തിന്റെ മുഴ പോലെ ആവും. തൊണ്ട വളരാനല്ല, എന്റെ തൊണ്ട വരളുന്നു. അതിന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കഷ്ട. ഞാൻ ഒന്ന് വാങ്ങിക്കൊടുക്കാതെ കണ്ടതാ. ഇവനെ എപ്പ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാലും അപ്പൊ തുടങ്ങും അവന്റെ തൊണ്ട വരൾച്ച. അപ്പനും മകനും കൂടെ എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കുന്നു. അസംഭവ്യം നിർത്തിക്കൂടായെന്ന്. ഞാൻ പോവാ. ഞാൻ ഈ സമിതി നിൽക്കത്തില്ല. എന്റെ ജീവിതം ഈ സമിതി കൊണ്ട് ജീവിച്ചു തീർക്കാനുള്ളതല്ല. ഞാൻ എന്നേക്കുമായി പോകുന്നു. അപ്പനും മകനും എന്ത് തീരുമാനിച്ചു? ഞാൻ അപ്പൊ മറ്റേ ജോബി പാല പോയി. എവിടെ പോകണം? അവൻ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോണതാണ് കേട്ടാ. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ശരി. ഞാൻ അവിടെ ചെല്ലട്ടെ, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല കഴിക്കാനായിട്ട്. ഇതാണ് മോള് ചോദിച്ച ജീവന്റെ വീട്. അതായത് ഞങ്ങളുടെ ചന്ദ്രസാറിന്റെ വീടാണിത്. ജീവനുണ്ടാവും ഇവിടെ? ജീവൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോൾ ഈ പറഞ്ഞൊക്കെ ഉള്ളതാണോ? സത്യോ ചേട്ടാ ഞാൻ പറഞ്ഞതൊക്കെ? അല്ല, ഈ ജീവൻ മോളെ തേച്ചെന്നൊക്കെ പറയുന്ന കാര്യം ഉള്ളതാണോ? കരണ്ട ഞാൻ പറയാം. ഞാൻ ചന്ദ്രസാറിന്റെ അടുത്ത് വേണമെങ്കിൽ സൂചിപ്പിക്കാം കേട്ടോ. മോളത് ചന്ദ്രസാറിനോട് പറഞ്ഞാൽ മതി കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞോ കേട്ടോ. അയ്യോ, ചേട്ടൻ എവിടെ പോണ്? ഞാൻ പോണു. ചേട്ടൻ പോവില്ല, ഞാൻ ഒറ്റക്കായി പോവും. ഒറ്റയ്ക്കല്ലേ ഓട്ടോ പിടിച്ചു വന്നത്? ചേട്ടനൊന്ന് വന്ന് പറയേട്ടാ. എന്നെ സ്വന്തം സഹോദരനെ പോലെ കാണുകേട്ടോ. ഒന്ന് സഹോദരി പോലെ ആയിരുന്നു കൊണ്ടല്ല, അടിച്ചാൻ പറ്റിച്ചേനെ പ്രേമിച്ച് തേച്ചിട്ട് നടക്കണം നീ. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ചേട്ടാ. വേണ്ട ഒന്നും ചെയ്യണ്ട. ഞാൻ പറയാം. ചന്ദ്രസാറേ എന്താടാ ഇതാരാ നോക്ക്. പാൽ സരണികളിൽ കാൽ സരമഴകൾ, പുൽക്കൊടികളിൽ പനിമണികൾ. പാൽ സരണികളിൽ കാൽ സരമഴകൾ. നിനക്കെങ്കിലും തോന്നിയല്ലടാ ഈ സമിതിയിലേക്ക് ഒരു നായികയെ കൊണ്ടുവരാനായിട്ട്? മതി. പറയട്ടോ. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. പറ മോളെ, ഇതിനു മുമ്പ് ഏത് സമിതിയിലാ കളിച്ചിരുന്നത്? അല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഉഗ്ര നാടകമാണ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് നായിക കഥാപാത്രം അല്ലേ ഭയങ്കരമായിട്ട് ചെയ്തു. പക്ഷെ മേക്കപ്പ് ഇട്ട ആള് മാറിപ്പോട്ടാ. എനിക്കിപ്പോഴാ വ്യക്തമായത്. ഉദ്ദേശിക്കും പോലെ ഒന്നുമല്ല. അതിനു മുമ്പ് കളിച്ച നാടകമാണ്. അതും ഞാൻ കണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആ കുട്ടിയുടേത്. എടാ, ടെൻഷനൊന്നും ആവണ്ടെന്ന് പറ. അല്ല, പൈസയുടെ കേസൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം. അതൊന്നും വിഷയമല്ല. നല്ല പേയ്മെന്റ് തന്നെ ഞാൻ കൊടുക്കും. ഇവള് തന്നെ മതി എന്റെ നായിക. ചന്ദ്രസാറേ, നായിക അല്ലേ ഇത്? പിന്നെ ചന്ദ്രസാറിന്റെ മോനില്ലേ ജീവൻ, ജീവൻ സ്നേഹിച്ച് പറ്റിച്ച ഒരു പെൺകുട്ടിയാണിത്. ഈ കുട്ടി മോളെ, ഇവൻ പറയണൊക്കെ ശരിയാണ്. പറഞ്ഞുകൂടെ അങ്ങോട്ട്. സത്യം വെച്ചാ ജീവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. ജീവനില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റൂല, ചത്തുപോവും. അതല്ല, അച്ഛന്റെ മോൻ ജീവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്ന്. ഞങ്ങൾ 5 വർഷമായിട്ട് ഇഷ്ടത്തില്ല അച്ഛാ. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ജീവൻ ഫോൺ പോലും എടുക്കണില്ല അച്ഛാ. ഓ, അവൻ അങ്ങനെയൊക്കെ ചെയ്താ? ഒരു കാര്യം ചെയ്യടാ. കാര്യങ്ങൾ എന്തായാലും ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് അവൻ പുറത്തു പോയിക്കാണ്. കുറച്ച് കഴിയുമ്പോ വരും. അവൻ വരുമ്പോ നമ്മൾ അവന്റെ മുമ്പിൽ ഒരു നാടകം കളിക്കും. ഇവള് പറഞ്ഞതൊക്കെ സത്യമാണോ തെറ്റാണോ എന്നറിയുന്നതിന് വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾ നാടകങ്ങൾ ഞാൻ പോണം. നീ പോലെ നീ ഇവളെ കൊണ്ട് വന്നതല്ലേ. നീയും ഈ നാടകത്തിലെ ഒരു കഥാപാത്രമാണ് ഏട്ടാ. അപ്പൊ മോളുടെ പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പേര് ബിന്ദു. ബിന്ദുവിന്റെ വീട് എവിടെയാണ്? ഒറ്റപ്പാലം. അപ്പൊ ഒറ്റപ്പാലം ബിന്ദു ഇനി
എന്റെ നാടകത്തിലെ കുറച്ചു നേരത്തേക്ക് നായിക കഥാപാത്രമാണ്. അയ്യോ അച്ഛ, എനിക്ക് നാടകം അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന്. ഇത് മതി, ഇത് ഇത്തിരി മീറ്റർ കുറച്ച് പറഞ്ഞേ. ഈ ഡയലോഗ് തന്നെ ഇത്തിരി സ്ലോ ആക്കി പറഞ്ഞേ. പറയട്ടെ ആ, അച്ഛാ, ആ, എനിക്ക് ആ. എനിക്ക് നാടകം അഭിനയിക്കാൻ അറിയില്ല അച്ഛാ. മതി, മതി, ഇത് മതി. ഓക്കെയാണ്, ഓക്കെയാണ്. അവൻ കുറച്ച് കഴിയുമ്പോ വരും. അപ്പൊ അവന്റെ മുമ്പില് നമ്മൾ ഒരു നാടകം അങ്ങ് കളിക്കും. അവൻ എന്താ ചെയ്യണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, അതേ വന്നിട്ടല്ലോ. അച്ഛനെ എന്തൊരു ഊണായിരുന്നു അച്ഛനെ അത്. ഞാനും കഴിച്ചാണല്ലോ, നല്ല ഊണാണ്. മത്തി വറുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ മത്തി പോലും അറിഞ്ഞില്ല അതിനെ വറുത്ത ജീവിതം പോയി. എന്ത് കഷ്ടമാണ്. എന്നിട്ട് എനിക്ക് കഴിക്കാൻ മത്തിയൊന്നും കിട്ടിയില്ലല്ലോ സുഹൃത്തെ. അത് മൊത്തം അടിച്ചു കയറ്റിട്ടെ ഈ വർത്താനം പറയണത്. പാൽ സരണികളിൽ കാൽസരമഴകൾ, പുൽക്കൊടികളിൽ പനിമണികൾ. പാൽ സരണികളിൽ കാൽസരമഴകൾ. എന്റെ നായിക. ആ, പുതിയ നമ്മുടെ നായിക. അതെ, എനിക്കിഷ്ടമായി. ആരാ ഈ നായികനെ? അവനാ കൊണ്ടുവന്നത്. ഞാൻ കൊണ്ടുവന്നു. കൊള്ളാം, കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേര് ബിന്ദുപ്പാല ഒറ്റ. ഒറ്റ പിന്നെ ബിന്ദു. പാലത്ത് നിന്ന് ബിന്ദു. എടാ, പാലത്തിൽ നിന്ന് ചാടി ചാവടാ നീയൊക്കെ. ഞാൻ നീയൊക്കെ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എടാ, ബിന്ദു എന്ന പേര്, ഒറ്റപ്പാലത്തെ വീട്, ഒറ്റപ്പാലം ബിന്ദു. അതെയല്ലേ? നമ്മുടെ പുതിയ നായിക, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമായി. അല്ല, നമ്മുടെ നാടകത്തിന് ഇങ്ങനെ ഒരു കളർഫുൾ വന്നെങ്കിലേ നമ്മുടെ നാടകം എന്നേക്കുമായി ആൾക്കാർ ബുക്ക് ചെയ്യത്തുള്ളൂ. നീ കൂടുതലൊന്നും മിങ്കിൾ ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. ബുക്കിംഗ് കണ്ടൊക്കെ നിന്നാ മതി. ഇത് പാലാ ജോബി, ഇവിടത്തെ ഒരു നടനാണ്. അതെ, അതെ, അതെ. റിഹേഴ്സൽ ഞാൻ നന്നായിട്ട് ചെയ്യും. വേദി കയറുമ്പോ കയ്യിന്ന് പോകുന്നു അല്ലേ? ചെയ്തായിരുന്നു കേട്ടോ അത്. ആ, അത് കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു. ആ മോനെ, നീ പോവാൻ പറ്റേ. നീ ഈ കുട്ടീനെ അറിയോടാ? ഇല്ല അച്ഛാ, നീ പറഞ്ഞിട്ട് പോ. അല്ല, എനിക്ക് അറിയത്തില്ല അച്ഛാ, കണ്ടിട്ടില്ല ഞാൻ. ആ, എന്നാ ഇങ്ങ് വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. മുൻപരിചയമുണ്ടോ? ഇവള് നമ്മുടെ നാടകത്തിലെ പുതിയ നായികയാണ്. പേര് ബിന്ദു, ഒറ്റപ്പാലത്തെ വീട്. അതെയല്ലേ? ആ, അപ്പൊ നമ്മള് ഇനി എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാം. അഭിനയിക്കാനൊക്കെ അറിയാവുന്ന ആളാണോ? അല്ല, നിന്റെ അത്രയും പോരാ, എങ്കിലും അവൾ അഭിനയിച്ചോളും. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അഭിനയിച്ചോളൂ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഇത്രയും നേരം കളിച്ച നാടകം, റിഹേഴ്സൽ ചെയ്ത നാടകമല്ല നമ്മളിവിടെ കളിക്കാൻ പോകുന്നത്. അയ്യോ, മാറ്റുവാണോ? വീണ്ടും മാറ്റിക്കഴിഞ്ഞാൽ ഡയലോഗ് ഞാൻ പഠിച്ചു. എന്റെ ഡയലോഗ് മറ്റേ കുട്ടമ്പിള്ള ഡയലോഗ് അല്ലേ? അതെ, അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് നേരത്തെ റിഹേഴ്സൽ നടക്കണം. ഞാൻ അല്ല, നീ വേണം. ഇതിനകത്ത് വേറൊരു എക്സ്ട്രാ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റ് നാളെ എത്തുള്ളൂ. അതിന് പകരം നീ ഡമ്മി ആയിട്ട് നിൽക്കണം. അപ്പൊ നമുക്ക് ആ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാം. മോളെ, നിനക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ, പറഞ്ഞോ, മുഖത്ത് നോക്കി തന്നെ ചോദിച്ചോ. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത്? ഞാൻ മനസ്സറിഞ്ഞല്ലേ സ്നേഹിച്ചേ. എന്തൊരു ആത്മാർത്ഥിയായിരുന്നു ഞാൻ നിങ്ങളോട് കാണിച്ചേ. എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചേ? നീ പോയി നിൽക്കടാ, നീ ഡമ്മിയാണ്. ഡമ്മിക്ക് ഡയലോഗ് ഇല്ല, മിണ്ടണ്ട. എന്താണ് ആശാനെ ഈ ഡയലോഗ് ഉള്ളതെല്ലാം കൂടി എനിക്ക് തരുന്നു, ഡമ്മി അവന് കൊടുക്കുന്നു. എനിക്ക് തരൂ ഡമ്മി. അവള് ഡയലോഗ് പറഞ്ഞു തീർക്കട്ടാ. ഞാൻ മറ്റേ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുക. എനിക്കറിയണ എന്നെ എന്തിനാ ചതിച്ചെന്ന് പറയേ. അച്ഛാ, ഇത് നീ അവിടെ പോയി നിൽക്കടാ. മോളെ, നിന്റെ ഡയലോഗ് കഴിഞ്ഞോ? കഴിഞ്ഞു വെച്ചാ. ഇനി ഞാൻ പറയട്ടെ. എടി, ഒരാളെ സ്നേഹിക്കുമ്പോ ആണൊരുത്തനെ വേണം സ്നേഹിക്കാനായിട്ട്. അല്ലാതെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചിരിക്കുന്നവനെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളൂല. നിനക്ക് മനസ്സിലാവണ്ട? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം. ഈ പെണ്ണ ഞാൻ ഈ നാടകത്തിന് ഒറ്റ പേരേ ഉള്ളൂ. എന്താ അന്തയ്ക്ക് പിറക്കാത്ത? അത് ഞാനല്ലേ? എല്ലാം കയറി നീ ഏക്കല്ലടാ. സത്യം പറ, സത്യം പറ. ഞാനും ബിന്ദു 5 വർഷമായിട്ട് ഇഷ്ടത്തിലാണ് ഞങ്ങള്. ഇപ്പൊ വിളിച്ച് ഇറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞപ്പോ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കില്ല. അങ്ങനെ ബിന്ദു, സോറി ബിന്ദു, വന്നേ വന്നേ വന്നേ. അച്ഛാ, എനിക്കൊരു കയ്യബദ്ധം പറ്റി അനുഗ്രഹിക്കണം. ഓക്കെ അല്ലേ കാര്യങ്ങൾ? സോറി. ഇനിയിപ്പോ നിന്റെ വേഷം കെട്ടൊന്നും ഇവിടെ മുമ്പിൽ കാണിച്ചു പോരുത്. കേട്ടാ, കാണിക്കില്ല. അപ്പൊ എല്ലാം ശുഭമായിട്ട് തീർന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കി റിഹേഴ്സലിലേക്ക് പോയാലോ? അച്ഛനെ, ഇത് റിഹേഴ്സൽ അല്ല, ഇത് നാടകമാണ്. ഇതാണ് ലൈഫ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതെ, ഇതാണ് നമുക്ക് വേണ്ടത്. അതെ, അതുകൊണ്ട് ഞാൻ മറ്റേ ഡയലോഗ് ഞാൻ നീ പഠിച്ച നിന്റെ ഡയലോഗ് പഠിച്ചാ എന്നാ പറ. ക്വസ്റ്റ്യൻ പിള്ള കുട്ടൻ ചെയ്യാൻ വരുമ്പോ ഞാൻ കട്ടൻ കാപ്പി ആയിട്ട് വരട്ടെ ആശാനെ. പോടാ.
ചേട്ടാ ആ. ചേട്ടാ എന്താണ് ഞാൻ കുളിക്കാൻ കയറിയപ്പോഴേ പേടിച്ചു പോയി ചേട്ടാ. വല്ലപ്പോഴുള്ള കുളിയല്ലേ, പെട്ടെന്ന് വെള്ളം മേത്ത് വീഴുമ്പോ ഒരു ഞെട്ടൽ വരും, അങ്ങനെ പേടിച്ചാണ്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഈ ഒറ്റക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ നീ മാത്രമേ കണ്ടുകാണുള്ളൂ. ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടി കണ്ടില്ല. എന്റെ ചേട്ടാ ഞാൻ കുളിക്കാൻ കയറിയപ്പോഴേ ആ മരത്തിന്റെ മേളിൽ നിന്ന് ആരും ഒളിഞ്ഞു നോക്കണേ ചേട്ടാ. തിന്റെ കൊള്ള ആകെ തോന്നിയായിരിക്കും ഒന്ന്. പിന്നെ തോന്നിയതേ അങ്ങോട്ട് നോക്കിയേ. അത് മനുഷ്യനെ മരയോന്നല്ലേ അത്? ഓരോന്ന് ഞാനിപ്പോ കാണിച്ചു തരാലോ. കല്ല് ആരെടാ അത്? ഇറങ്ങടാ. അയ്യോ കണ്ടാ, കണ്ടാ? ദേ, മരത്തിന്റെ മൂട്ടിൽ പതുങ്ങിയിരിക്കണം കണ്ടാ കണ്ടാ. ഇറങ്ങടാ. അയ്യോ ആരാ അവിടെ പതുങ്ങിയിരിക്കണം? കുഞ്ഞി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുളിച്ചും കാണാനാ. എനിക്ക് മനസ്സിലായി. നിനക്ക് നാണം ഉണ്ടാടാ, നാണം ഉണ്ടാ? ഒരാൾ കുളിക്കാൻ കയറുമ്പോ മരത്തെ കയറി ഒളിഞ്ഞു നോക്കാൻ നാണമില്ലടാ നിനക്ക്? എന്റെ ഏട്ടാ ഞാൻ മരത്തിന്റെ മേളിൽ കയറി മാടത്തെ കാണാനാണ്. മാടത്തട കംപ്ലൈന്റ് ആടി. ഓ നിങ്ങളെ കൊണ്ട് ഒന്നും കൊള്ളൂല ചേട്ടാ. വാ തുറന്ന് നല്ല രണ്ട് വർത്താനം പറഞ്ഞ അവനൊന്ന് പേടിപ്പിക്കേട്ടാ. അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആയത് നമ്മളാ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാ ഞങ്ങള്. അവിടെ കയറി വൃത്തികേട് കാണിച്ചാ നിനക്ക് പണി കിട്ടും. അത് ശരി, ഇത് എന്റെ പറമ്പിരിക്കണ മരവാ. ഈ മരത്തെ ഞാൻ കേറും, മാടത്തെ കാണും, ഒറ്റങ്ങി മാടത്തെ പിടിക്കുകയും ചെയ്യും. മേളത്തെ അല്ല, മാടത്തെ പിടിക്കും. കാണാം നമുക്ക്. പേടിച്ചു പോയി അവൻ, പേടിച്ചു പോയി. പേടിച്ചു പോയി. നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കൂലെന്നറിയാം. അതുകൊണ്ടേ ഇതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും നടക്കൂലല്ലോ. എന്നാ നീ പോയി കുളി, അതെങ്കിലും നടക്കട്ടെ. ഇപ്പൊ കുളിക്കണില്ല, അവന് ഒളിഞ്ഞു നോക്കാനല്ലേ. കുളിക്കാതിരിക്കാൻ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കും. പിന്നെ ചേട്ടാ 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 ചേട്ടാ. ആരാടാ മുറ്റത്ത് കിടന്ന് പടക്കം പൊട്ടിക്കണത്? ആ പടക്കം പൊട്ടിച്ചല്ല, ഞാൻ ചേട്ടോന്ന് വിളിച്ചല്ലേ. താനാരാണ്? അയ്യോ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ തെങ്ങണ മോഹൻ. ചേട്ടാ ദേ പെങ്ങടെ മോൻ വന്നിരിക്കണ്. പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ ആയ ഇതാ പെങ്ങടെ മോനാ. ഇതെന്റെ പെങ്ങടയിലും മൂത്താണ്. നീ ഏതാ മുതുക്ക? ഞാൻ തെങ്ങണ മോഹൻ എന്നല്ല പറഞ്ഞത്, ഞാൻ തെങ്ങണ മോഹനൻ, തെങ്ങണേനുള്ള മോഹൻ. എന്താ വന്ന എന്താ? അല്ല ഇവിടെ മരം വെട്ടണമെന്ന് എന്റെ ആശാൻ രവിനോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായി. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ ആ വിവരം എന്നോട് പറഞ്ഞില്ല. ഏതാ ഇത് മുറിക്കാൻ? ഈ നിക്കണ മരമാണ് മുറിക്കേണ്ടത്. ഏത്? ഈ മരം. ഇതാ ചേട്ടാ, ഇത് നല്ല തടിയല്ലേ ഇത്? 2 വർഷം പോലെ കിടക്കാവും. അത് നല്ല തണലൊക്കെ ഉണ്ടല്ലോ. അതല്ല ഇത് വെട്ടണോ? വന്നേ, ഈ മരം ഇവിടെ കാണല്ലേ, ഭയങ്കര പ്രശ്നമായിട്ട് മരയൊക്കെ. അവിടെ ഞങ്ങളുടെ ബാത്റൂം ഇത് അവിടെ ഇവിടെ കുളിക്കാൻ കയറി വേണ്ടല്ലോ. ഇവിടെ ഒരു ഊളയുണ്ട് ഈ വീട്ടില്. അവൻ ഈ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ ചില്ലേ കയറി എന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നു. അതാണ് വെട്ടിക്കളയാന്ന് പറഞ്ഞത്. അതാണ് വെട്ടിക്കളയാന്നോ? അവന്റെ ഒരു ഭാഗ്യമായി, ചേച്ചിയുടെ ഭാഗ്യമായി. അല്ല എന്റെ ഒരു ഭാഗ്യമായി. എന്താണ്? അല്ല അവൻ അങ്ങനെ കയറേന്റെ പേരിലാണ് എനിക്കിന്നൊരു വെട്ടുപണി കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വെട്ടിയാലോ? പിന്നെ വെട്ടാ. അതേ ഇതിപ്പോ ഇത് എങ്ങനെയത് വെട്ടണത്? എങ്ങനെ വെട്ടേണ്ടത് താൻ തീരുമാനിക്കും. നീ പോയ ചില്ലുണ്ടല്ലോ, ഇത് ആ ചില്ല മാത്രം വെട്ടിയിട്ടാ മതി. അവര് കാര്യമുണ്ടല്ല, ഇതിന്റെ ഇപ്പൊ തടികൾ ഇങ്ങനെ നോക്കണ്ട. ഈ ചില്ല മുറിക്കുമ്പോഴേ 1 2 3 അപ്പൊ ആദ്യത്തെ മുറി പോകുമല്ലോ. ആദ്യത്തെ മുറി ഞങ്ങക്ക് തടി വേണ്ടെന്നേ. അല്ലെ തടിയുടെ മുറി അല്ല പറഞ്ഞത്. ഞാനിത് കയറി വെട്ടിയിടുമ്പോ നിങ്ങളുടെ ഈ ആദ്യത്തെ മുറി പോകും. അയ്യോ ഞങ്ങളുടെ ബെഡ്റൂം ഉണ്ടായിട്ടും വലിയ വിശേഷം. വീടിന്റെ ഷേപ്പ് പോകില്ലടി, പറ്റൂല. ഇതിപ്പോ ഇങ്ങനെ ചുമ്മാ നിങ്ങൾ വന്നോണ്ട് വെട്ടുന്ന് പറയാ കാര്യങ്ങൾ നടക്കൂല. ഇത് മരം വെട്ടണമെന്നുണ്ടെങ്കിൽ സാങ്ഷൻ വേണം. സാങ്ഷൻ എന്തിനാ? കോടാലി പോലെ. കോടാലി എടുത്തു വെട്ടാ എനിക്കറിയാം. അതല്ല സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അനുവാദം വേണം. എന്റെ ചേട്ടാ ഞാനേ നമ്മുടെ പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞിക്കണോ, ഏത് വേണേലും വെട്ടിക്കോ, അനുവാദം തന്നിരിക്കുന്നു. വെള്ളക്കടലാത്തിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ അനുവാദം കിട്ടും. ഞാൻ അതല്ല റെയ്ഡ് വന്നേ. താഴത്തുനിന്ന് കയറി പോണ കൂനനൂറും തുടങ്ങിയിട്ട് ആകാശത്ത് നിന്ന് പറഞ്ഞിരിക്കണ കൂമൻ പക്ഷി വരെ ഇതിനകത്തുള്ള അനുവാദം ചോദിക്കണം. ഉറുമ്പിനോടൊക്കെ പിന്നെ താമസക്കാരല്ലേ, അവരെ കുടുംബം ശിഥിലമാക്കല്ലേ നമ്മള്. എന്റെ ദൈവം, ഈ മരത്തിലുള്ള മുഴുവൻ ഉറുമ്പിനോട് എങ്ങനെ അനുവാദം മേടിക്കാനാണ്? എല്ലാവരോടും ചോദിക്കണ്ട. ഇത് മാറിയുന്നേ, താഴത്തുനിന്ന് ഒരു ഉറുമ്പ് കയറി പോണണ്ട, അവരോട് മാത്രം ചോദിച്ചാൽ മതി. ഞാൻ ഈ മരം വെട്ടണുണ്ട്, അനുവാദം തരുമോ? അല്ല ഇതങ്ങനെ പറയുമ്പോണ്ടല്ല, ഈ ഉറുമ്പുകളുടെ സ്വഭാവം അനുസരിച്ച് ഈ ഇറങ്ങി വരുന്ന ഉറുമ്പുകളില്ലേ, അവരോട് ഈ ഉറുമ്പ് പറയും അനുവാദം ചോദിച്ചിട്ടാ, അനുവാദം ചോദിച്ചിട്ടാ, അനുവാദം ചോദിച്ചാ. അങ്ങനെ പറഞ്ഞ് തുഞ്ചാനത്തിരിക്കണ കുഞ്ഞനുറുമ്പ് വരെ ഈ കാസറിയും. ഓക്കെ, അപ്പൊ ഉറുമ്പുകളുടെ കാര്യം സെറ്റായി. ഇനി പക്ഷികളെ നോക്കണം. പക്ഷികളൊക്കെ ഉണ്ട്. പക്ഷികൾ വരാറുണ്ട്. പക്ഷികളുണ്ടെങ്കിൽ പക്ഷികളുടെ കൂടുകൾ ഉണ്ടാവൂല്ലോ. ഇന്നലെ ഞായറാഴ്ചയായിട്ട് എന്തോ ഒരു കൂടുതലുണ്ടായി തോന്നുന്നു. അതെന്താണ് മിച്ചറും പാക്കറ്റും കപ്പലിൽ തൊണ്ടും കിടപ്പുണ്ടായത്? അതല്ലെന്ന് കുറെ പക്ഷികളൊന്നും കൂടിയിട്ടുണ്ടായി ഇന്നലെ. ആ ഒത്തുകൂടലിന്റെ കാര്യമല്ല പറഞ്ഞത്. പക്ഷികൾ ഉണ്ടെങ്കിൽ പക്ഷിയുടെ കൂടുകൾ ഉണ്ടാവും. മുട്ട ഉണ്ടാവും. അയ്യോ മുട്ട കാണും.
എന്റെ പൊന്നെ നമ്മള് വെട്ടണ സമയത്ത് ഈ മുട്ട എങ്ങാനും താഴ്ത്ത് വീണ് പൊട്ടിപ്പോയാ ഐറ്റങ്ങളുടെ ശാപം കിട്ടൂല നമുക്ക്. അപ്പൊ എന്ത് ചെയ്യൂത്? ഇപ്പൊ ചെയ്യാന്ന് പറയാനായിട്ടേ മരം മുറിക്കണേക്ക് മുമ്പ് നമ്മൾ ആദ്യം മരത്തെ കയറണം. കയറി കഴിഞ്ഞിട്ട് ഈ കൂട് കണ്ടുപിടിച്ചിട്ട് കൂടറിയാതെ ഈ മുട്ട എടുക്കണം. മുട്ട എടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ മുട്ട എടുത്തിട്ട് മടിയിൽ വെക്കണം. എന്നിട്ട് പതുക്കെ ഊർന്നിറങ്ങണം. ഊർന്നിറങ്ങുമ്പോ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. മുട്ട ഒരഞ്ഞു പൊട്ടരുത്. അതാ ഇപ്പൊ ഞാനാണോ ഊർന്നിറങ്ങണം? ഞാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഊർന്നിറങ്ങിയിട്ട് ഈ മുട്ട പൊട്ടാതെ താഴ്ത്തെത്തിക്കണം. എന്നിട്ട് വിരിയിക്കണം. എന്നിട്ട് പൊരിക്കണം. പിന്നല്ലാതെ ഈ ചെറുള്ളി കുരുമുളകൊക്കെ പൊടിച്ചിട്ട് പൊരിച്ചടിച്ചിറങ്ങില്ല. എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? പട്ടച്ചാരോട് ബെസ്റ്റ്. ഈ പച്ചികളുടെ മുട്ടയൊക്കെ ഇങ്ങനെ തിന്നുമോ? പിന്നെ ഞാൻ കാക്കമുട്ട പുളിസ അടിച്ച് കഴിക്കണേ. കാക്കമുട്ട കാക്കമുട്ട എന്ന് പറയാ, കാക്കമുട്ട എന്ന് പറഞ്ഞ ഔഷധമല്ലേ? എന്റെ അച്ഛനും കാക്കമുട്ട തിന്നു പറഞ്ഞില്ല. ഉള്ളി പുളിസ അടിച്ച് പൊരിച്ചല്ല, ഉള്ളി മുട്ട എടുക്കും, നെറ്റിക്കടിക്കും, ബ്ലക്കെന്ന് പറഞ്ഞ് കണ്ണടച്ച് വീഴും, പച്ചക്കടിക്കും. ഒരു ദിവസം ഞാൻ പുള്ളിക്ക് 10 കാക്കോട്ടം കൊണ്ടേ കൊടുത്ത് പുള്ളി അച്ഛന് ഇരുന്ന് എടുത്ത് ഒരെണ്ണം എടുക്കും, നെറ്റിക്കടിക്കും, ക്ലക്ക് എന്ന് പറയും. അങ്ങനെ 6 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9ാമത്തെ ക്ലക്ക് എന്ന് പറഞ്ഞ് കണ്ണടച്ച് വിഴുങ്ങിയപ്പോയിട്ടില്ല ഈ സാധനം തൊണ്ടക്കുഴിന്ന് ഇറങ്ങണില്ല. കാക്ക കുഞ്ഞുണ്ടായിരുന്നു. പിന്നെ നല്ല മൂത്ത മുട്ടയായിരുന്നില്ലേ? ഇപ്പൊ അച്ഛൻ കാലത്ത് എന്നിട്ട് കാപ്പി ചോദിച്ചാലും മുറ്റം നിറച്ച് കാക്കയാണ്. നമ്മള് കാപ്പി എന്നല്ലേ പറയണത്. അച്ഛൻ പറയുമ്പോ കാപ്പി എന്നാ വായ്പോ. തൊണ്ടക്കുഴിയിൽ കാക്കിരിക്കല്ലേ? ഓ, ആ തൊണ്ടക്കുഴിയിലുള്ള കാക്ക അവിടെ ഇരുന്നോട്ടെ. ആദ്യം മരം വെട്ടാലേ. തുടങ്ങിക്കോ. മറ്റവനെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അത് വെട്ടിയിടണം. ഇല്ലല്ലാതെ നമുക്കിത് ചെയ്യണമെന്ന് പറയുമ്പോഴേ മരം കുഴപ്പമില്ലാത്തൊരു കേസ് കെട്ടാണ്. ഇതെന്താ ചെയ്യാൻ പോണത്? ഇങ്ങനെ നോക്കട്ടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറയുമ്പോ കോടാലിയൊക്കെ എടുത്തിട്ടേ കേട്ടോ സീൻ വരൂ. എന്റെ മരത്തേക്ക് സീൻ ഉണ്ടാക്കണത് ചേട്ടാ, ഞാൻ സീൻ കാണിക്കാനൊന്നും ഇത് വെട്ടാൻ കയറിയതല്ലേ? അത് ശരി. എന്റെ മരം വയ്ക്കുന്ന മരം നിന്നോട് ആര് പറഞ്ഞതാ വെട്ടാൻ? ഇവര് രണ്ടുപേരും പറഞ്ഞു. അവര് പറഞ്ഞാ നീ വിട്ടോ, നിന്റെ കാലിയാൻ വെട്ടും. കേട്ടോ, ഇത് ശരിയാണല്ലോ. ഇത് കടവാകം പുള്ളിയുടെ ഓർമ്മിലല്ലേ ഇരിക്കണത്? പുള്ളിയുടെ മരം ആണോ? അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ട് വെട്ടുകാശ് പുള്ളി തരുമല്ല. നീ മരം വെട്ടിയാൽ നിന്റെ കാലിയാൻ വെട്ടും. പിന്നെ ആ കാശ് നീ ഇങ്ങോട്ട് തരണ്ട. ഒരു മിനിറ്റ്, സമാധാനപ്പെട്. ഇവിടെ വന്നേ. എന്തേ? താഴത്തുനിന്ന് പോണ കൂനൂറുമ്പ് തുടങ്ങി ആകാശത്ത് നിന്ന് കോവൻ ഭക്ഷണോട് നമ്മൾ അനുവാദം ചോദിച്ചു. ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചില്ല. അതാണ് ഈ പ്രശ്നം വന്നത്. മോശമായി പോയി. പിന്നെ ഭയങ്കര മോശമായി പോയില്ലേ? എന്ത് ചെയ്യും? അപ്പൊ എന്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഞാൻ ഒരു കളി കളിക്കാം. കളിച്ചോ. ചെറിയൊരു ബൾബ് എത്തിച്ച് നോക്കാം. ചേട്ടാ, സംഭവേ ചേട്ടൻ ആ ചില്ലയിൽ ഇരുന്നിട്ടല്ലേ സംഭവം. അപ്പൊ ഈ ചില്ല കയറി ഇരുന്ന ഒരു എത്ര അടി വേണ്ടി വരും ചേട്ടൻ ഇരുന്ന് സെറ്റായിട്ട് കാണാൻ? ഏകദേശം ഒരു 2.5 അടി. 2 അടി വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കാല് നീട്ടിയിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു 3 അടി നിർത്തിയിട്ട് ബാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. 3 അടി നിർത്തിട്ട് ബാക്കി കട്ട് ചെയ്ത അപ്പൊ കേറാല്ല. ഇതൊക്കെയാണല്ല എന്നിട്ട് അവിടെ പോയി കുണുകുണുകുണുകുണാന്ന് പറയണ സംഭവം. ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അവനൊരു ഞരമ്പാ, അതറിയാല്ല. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു കാല് നീട്ടിയിരിക്കാൻ വേണ്ടി ഒരു 3 അടി തരാം, അവിടെ നിന്ന് ബാക്കി അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അവനിപ്പൊ അത് പറഞ്ഞായിരുന്നല്ലേ കേറിക്കോളാൻ പറഞ്ഞില്ലേ? അവനെന്റെ കാല് വിട്ടുവന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ കേറിക്കോളാൻ പറഞ്ഞു. ഞാനല്ലേ കേറണത്. കേറി കഴിയുമ്പോ ഈ കട വെച്ചിട്ട് ഒറ്റ വിട്ടങ്ങോട്ട് വിട്ടു. അവൻ ചോദിക്കുമ്പോ അവനോട് ഒരു അവധം വെച്ച് പോയി. അത്രയും പറഞ്ഞാ പോരെ. ചേട്ടാ, വെട്ടിക്കോട്ടെ. വെട്ടട്ടെ. അതെ, എന്റെ ദൈവമേ, ഇതെന്നാ മൂർച്ചയാണെന്നറിയാമോ? കാലത്ത് എഴുതിട്ടിട്ട് ഞാനിത് രാഗി വെക്കും. വൈകുന്നേരം ആകുമ്പോ ഇതുമ്പോ നോക്കിട്ട് ഇപ്പൊ രാഗിയത്തെ അകത്തേക്ക് നോക്കും. പണിയില്ലല്ല. ഒരു കാര്യം പറയട്ടെ, ഇത് വെട്ടിയിടാനായിട്ട് ഈ കോടാലിയായിട്ട് കയറിട്ട് എപ്പ തീരാനാ? ആ മിഷമാളെടുത്തോട്ട്. അയ്യോ അയ്യോ, ആ മിഷ്യം പാടാ. അത് പറഞ്ഞില്ലല്ലേ? അതെടുത്തോട്ട്. പിന്നെ അതെ, പുതിയൊരു ആളാണ് മേടിച്ചിട്ടുള്ളു. ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഐശ്വര്യമായിട്ട് ഇന്നങ്ങ് ഉദ്ഘാടനം ചെയ്തോ? അതെ. എന്ത് താല്പര്യത്തിലാ പറയണത്? മിഷ്യമാളാണത്. മിഷ്യമാള്. അതിനെന്താ? മിഷ്യമാളിനെ പറ്റി വല്ല അറിയാമോ? എനിക്ക് കുറച്ചൊക്കെ അറിയാം. മിഷ്യമാളിനെ പറ്റിയാ? എങ്ങനെ അറിയാം? എനിക്കറിയാം. ആ പോളിടെക്നിക് ആണേ. ഇതിനെ പറ്റി എല്ലാം അറിയാം. എനിക്കറിയാം, ഇതെല്ലാം അറിയാം. പറഞ്ഞേ. എന്താ? ഇത് സ്റ്റാർട്ടാക്കണ സ്വിച്ച് എവിടെയാണ്? സ്റ്റാർട്ടാക്കണ സ്വിച്ച് ഇത് സ്വിച്ച് ഇല്ലേട്ടാ. പെട്രോൾ ഓൺ ചെയ്തിട്ട് ഈ ചരടില്ലേ വലിച്ചാൽ മതി.
പോളിടെക്നിക്കാണ്. എനിക്കറിയാം ശരിയാണ്. ഇതില്ലേ ഇതില്ലേ അതന്നെ അതെ ഇത് പിടിച്ചോ ചവിട്ടി പിടിച്ച ചവിട്ടി പിടിച്ച് വലിക്കില്ല, കാല് അറുത്തു ഓടുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ, ഞാൻ അങ്ങനെ ചെയ്യൂ. അത്രക്ക് മണ്ടനാണ്, അത്രക്ക് മണ്ടനാണ് വലിച്ചത്. ചേട്ടാ കഷം കീറി പോകും ചേട്ടാ. കഷം കീറി ഞാൻ വേറെ ഷർട്ട് എടുത്തിട്ടു. അതല്ല കഷം കീറി കയ്യേറ്റ് താഴെ പോകുന്നു. പണി ഇങ്ങനെ പിടിക്കും. സംഭവം മനസ്സിലായി, വിഷയമാളല്ലേ എന്റെ കൈ കിട്ടിയത്. പിന്നെ ഇത് അങ്കവാളാണ്. ഈ അങ്കവാളെ പിടിച്ച് പിടിക്കും. ഈ കൈ കൊണ്ട് അല്ല, ഈ കൈ കൊണ്ട് ഇവിടെ പിടിക്കും. പഠിപ്പിക്കല്ലേ പഠിപ്പിക്കല്ലേ. അതിനെ വലിക്ക്. എങ്ങനെ ഇങ്ങനെ വലിച്ചോ. ഇല്ല ശരിക്കും ബലത്തിന് വലിക്കേ, ശരിക്കും ശക്തിയിലൊക്കെ വലിക്കേ. ഈ വാളും കൊണ്ട് ഈ പുള്ളിയാണ് ചേട്ടൻ വാളും കൊണ്ടാ ചേട്ടാ ഇവിടെയാണ് മരപ്പെട്ടാണത്. അയ്യോ അവിടൊക്കെ സൗണ്ട് കേൾക്കണ്ട, ചുറ്റുപാടുന്ന സൗണ്ട് കേൾക്കണ്ട്. ചേട്ടന്റെ പറഞ്ഞ മരം വീണ്. ചേട്ടാ ഈ വാളും കൊണ്ട് എങ്ങോട്ടായി പോണ? വാളും കൊണ്ട് ഞാനല്ലേ പോണത്. ഞാൻ ആദ്യമായിട്ടാണ്. ചേട്ടാ അയ്യോ അയ്യോ അങ്ങനെ ആ കാര്യം ഭംഗിയായിട്ട് അങ്ങനെ തീർന്ന്. ഏത് മരം പട്ട? അല്ലല്ല ഇതിനകത്ത് പെട്രോള്. നന്നായി. എടാ ഈ ചില്ല വെട്ടാനാണോ നീ എന്നെ വിളിച്ചത്? നീ ഈ ജില്ല മുഴുവൻ വെട്ടി. ജില്ല വെട്ടാടാ പുല്ലേ. ഞാനിനി അങ്ങനെ മനസ്സമാധാനത്തെ കുളിക്കും. അത് ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കണത്? ആ ബാത്റൂമിന്റെ മുകളിൽ 2 ഷീറ്റ് ഇട്ടാ പോരെ. അത് ശരിയാണല്ലോ. അത് ശരിയാണല്ല, അതാണ് ശരി. അയ്യോ എന്റെ മാടത്തെ ചത്തേ. പിറകെ വന്ന് പേടിപ്പിക്കേ. നീ എന്റെ ഭാര്യയാണോടാ? ഭാര്യ പേരാണെങ്കിൽ ചീത്ത വിളിച്ചിട്ടല്ലേ പേടിപ്പിക്കുള്ളൂ. ഞാൻ കൊക്കരോക്കൊന്നല്ലേ ആക്കിയത്. ആശാനെ നമ്മളെ കള്ള് ഷാപ്പിൽ കറി വെക്കാനുള്ള കാട്ടുകോഴി. പതുക്കെ പറഞ്ഞാലും ഉച്ചത്തിൽ പറഞ്ഞാലും കാട്ടുകോഴി കാട്ടുകോഴി തന്നെ. എടാ ഞാനിവിടെ രഹസ്യമായിട്ട് കാട്ടുകോഴിയുടെ കറി വെക്കുന്നത് ഈ നാട്ടിൽ ചെറിയ സംസാരമൊക്കെ ഉണ്ട്. ഇനി നീ വിളിച്ചു പറഞ്ഞ പോലീസുകാരോട് അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാം കൂടെ എടുത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ ഈ കാട്ടിനകത്തല്ലേ പോലീസ് ഒന്ന് കയറാൻ പോണത്. അയ്യേ പോലീസ് ഒന്നും വരെയൊന്നുമില്ല. ഹായ് ക്ലാര. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, കയ്യില് കാട്ടുകോഴി. 3 കോഴി ഉണ്ടല്ലോ. 3 കോഴിയല്ല 2 കോഴി. ഞാൻ തന്നെ കൂടി കൂട്ടിയാ പറഞ്ഞ 3 കോഴിന്ന്. ഞാൻ കോഴിയല്ല റോയി. 2 കണക്ക് തന്നെയാ. പിന്നെ ഇതൊക്കെ എങ്ങനെ പിടിക്കണ്? ഇതാ ഇത് നമ്മൾ ഗോതമ്പിട്ട് പിടിക്കും. പൊതുമ്പിട്ട് പിടിച്ചാ കോഴിനെ കിട്ടോ? പൊതുമ്പല്ല ഗോതമ്പിട്ടാണ് കാട്ടുകോഴി പിടിക്കുന്നത്. ഇതൊന്ന് പിടിക്കോ, ഇങ്ങനെ പിടിക്കും. ഗോതമ്പിട്ട് എങ്ങനെയാണ് കാട്ടുകോഴി പിടിക്കണെന്ന് അറിയാമോ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ക്ലാര കാട്ടുകോഴി. തന്റെ പെണ്ണുമ്പുള്ളാണോ കാട്ടുകോഴി? ഞാനാ കാട്ടുകോഴി. അതല്ല, പിന്നെ ഉദാഹരണത്തിന് ക്ലാര കാട്ടുകോഴി. ഞാൻ കാട്ടുകോഴിയെ പിടിക്കാൻ വരുന്നാൽ ഗോതമ്പിട്ട് പോകുമ്പോ കൊത്തി കൊത്തി വരണം. ഗോതമ്പിടുന്നു, 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 ഗോതമ്പിട്ടു. അല്ല ഇണക്കി എടുക്കണ്ടേ, നല്ലേ നമുക്ക് കാട്ടുകോഴിയെ കിട്ടും. അവളെ കൊണ്ട് ഒരുപാട് കൊത്തിക്കരുത്. അവള് കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നോളാ. എന്നാ ഞാൻ ഗോതമ്പിട്ടു, കൊത്തി പിടിച്ചേ. കാട്ടുകോഴി പറന്നു പോകും. നീ ഇതിന്റെ പപ്പും മൂടൊക്കെ പറിച്ച് കറി വെക്കും. നില്ല നിന്റെ കൊഞ്ചിന് പഴയ പഞ്ചൊന്നും പോരാ കേട്ടാ. എന്നാ പറ്റിക്കട്ടെ. നീ എനിക്കിട്ട് ഒരുപാട് പറ്റിക്കണ്ട. 5 കിലോ കൊഞ്ച് മേടിച്ചു കഴിഞ്ഞാൽ 5 കിലോ ചട്ടിക്കകത്ത് കാണണം. അണ്ണാ കൊഞ്ചല്ലേ അണ്ണാ, പറ്റിച്ചു കഴിഞ്ഞാൽ ചെറുതായി പോവൂലേ? ഈ കൊഞ്ച് എങ്ങോട്ടൊക്കെ പോകണമെന്ന് എനിക്കറിയാം. ഉപ്പ് നോക്കണ്ട അണ്ണാ. ഉപ്പ് നോക്കി ചട്ടിക്കകത്ത് 2 ഉള്ളി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ നോക്കിക്കളാൻ. രാവിലത്തെ കണി കൊള്ളാം. എന്താടാ? ഒരു പോലീസുകാരൻ വരുന്നുണ്ട്, കൈനീട്ട സൂപ്പർ ആവും. പോലീസും വക്കീലും ഡോക്ടർ. പോലീസാ? അയ്യോ കാട്ടുകോഴിയെ കറി വെക്കുന്നതിന് പിടിക്കാൻ വേണ്ടി വന്നതാണോ? അയ്യോ ഓടിക്കോ. എടാ ഞാൻ ഷാപ്പിന്റെ അവിടെ എത്തിയാ. എടാ 2 കുപ്പി അടിച്ചിട്ട് ഞാനങ്ങ് വരാന്ന്. ഇവിടെ ഘോഷയാത്ര കഴിയാൻ നമ്മുടെ നാടൻ നടക്കത്തില്ലല്ലോ. എടാ നീ പേടിക്കല്ലേ, നീ ടെൻഷൻ അടിപ്പിക്കല്ലേ. എടാ ഞാൻ ഫുള്ള് യൂണിഫോമിലല്ലടാ, കോസ്റ്റ്യൂം ഇട്ടേക്കാണ്. 3ാമത്തെ ബെല്ലടിക്കുമ്പോൾ ഞാൻ വന്നാൽ കയറും. അറിയാലോ, പണ്ട് നമ്മുടെ രാജൻ പിതാവ് കാട്ടുകുതിരയെ കലയ്ക്ക് പോലെ നമ്മുടെ കാട്ടുകോഴി ഞാൻ ഒരു തകർക്കും. അളിയാ
അറിയാലോ, 2 എണ്ണം കീച്ചി കഴിഞ്ഞാൽ ഞാൻ പറക്കും ഞാൻ. എടാ ഒരു മിനിറ്റ്, ഞാൻ പേഴ്സ് എടുത്തില്ല. എടാ ഒരു 100 രൂപ എനിക്ക് കിട്ടുന്നടാ, ഗൂഗിൾ പേ ചെയ്താൽ മതി. അളിയാ, ഹലോ ഹലോ. ആ ഇതാ കുഴപ്പം, പൈസ ചോദിച്ചാ അപ്പോഴേ ഞാൻ കട്ട് ചെയ്യും. ആദ്യം കള്ളു കുടിക്കാം, അത് കഴിഞ്ഞല്ലേ പൈസ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ല. ഇവിടെ ഈ ഷാപ്പിൽ ഒരാളേ ഉള്ളൂ. ആ ഒരാളാണ് ദാ നിൽക്കുന്നത്. അതെ അതെ, ഇവിടെ കടത്തിന് കള്ളു കൊടുക്കും. കടത്തി കൊടുക്കില്ല, കടത്തി കൊടുക്കാം. അല്ല എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ വിക്രമൻ 8 വട്ടം. ഞാൻ റോയി ഒറ്റ വട്ടം. ഞാൻ റപ്പായി ഒറ്റ വട്ടമില്ല. അല്ല ഞാൻ ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. ഞാനിവിടെ കാട്ടുകോഴി. അയ്യോ സാറേ, സത്യമായിട്ട് കാട്ടുകോഴി കറി വെക്കുന്നത് ആദ്യമായിട്ടാണ് സാറ്. ഞങ്ങളെ ഷാപ്പ് പൂട്ടിച്ച് അറസ്റ്റ് പോകരുത്, ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ കാട്ടുകോഴിയെ കറി വെക്കും, എനിക്ക് കടം തരത്തില്ലല്ലോ. അപ്പൊ ഇത്രയും ദൂരം ഈ തൊപ്പിയും യൂണിഫോമും ഇട്ടോണ്ട് വന്ന യഥാർത്ഥ SIക്ക് നീ കടം തരത്തില്ല. തരത്തില്ലെന്ന് ആര് പറഞ്ഞു? സാറ് വേണമെങ്കിൽ ആ കന്നാസിനകത്ത് ഇറങ്ങി കുടിച്ചോ. കന്നാസിനകത്ത് ഞാൻ ഇറങ്ങി കുടിക്കാൻ വേണ്ടി ഞാൻ അതിനകത്തിരിക്കുന്ന ചെള്ളല്ല, മനസ്സിലായോ? സാറ് അങ്ങോട്ട് കുടി സാറേ, നല്ല അന്തി കള്ള. വേണ്ട വേണ്ട വേണ്ട, ഡ്യൂട്ടി സമയത്ത് ഞാൻ കുടിക്കില്ല. അത് മാത്രമല്ല യൂണിഫോം ഇട്ടേക്കാൻ സാറിന് വേണ്ട. ഞാൻ യൂണിഫോം ഊരിയിട്ട് കുടിക്കും. യൂണിഫോം ഊരിയിട്ട് കുടിക്കും. അവിടെ കൊണ്ട് വെച്ചേ. പിന്നെ ഈ തൊപ്പി ഊരിയിട്ടും SIയുടെ ഫിഗറൊന്നും പോയിട്ടില്ലല്ലോ. തൊപ്പിയില്ലെങ്കിൽ സാർ സൂപ്പർ പോലീസാ. മുഖത്ത് എഴുതി വെച്ചേക്കണ SI ഒന്ന്. അതാണ്. സാറ് ഏത് സ്റ്റേഷനിലാണാവോ? ഞാൻ കുന്നുകൂടി ടീച്ചേഴ്സ് അല്ല, കുന്നിക്കോടി സ്റ്റേഷനിലായിരുന്നു. അവിടെ ഏതോരായിരുന്നു ഷാപ്പിൽ ഒരുത്തം കടം തരാത്തുകൊണ്ട് നട്ടലിടിച്ച് പഠിപ്പിച്ചു. അങ്ങനെ ഇവിടുന്ന് സ്ഥലം മാറ്റി ഇങ്ങോട്ട് വട്ടതാ. സാറേ ഒരു കാര്യം ചോദിക്കുമ്പോ വേറെ തോന്നരുത്, ഈ വിക്രമൻ 8 വട്ടം എന്ന് പറഞ്ഞ എന്തുവാ? അത് വലിയൊരു കഥയാണ്. ഓമല്ലെന്ന് സെന്ററിൽ നിന്ന് പറയണം, നല്ല പഞ്ച് ഡയലോഗ്, എന്നാലും മൈക്ക് കാച്ചുള്ളൂ. അല്ല എല്ലാരും കേക്കട്ടെ. അനീതി കണ്ടാൽ ഈ വിക്രമൻ 8 വട്ടം ഇടപെടും. ഈ വിക്രമൻ 8 വട്ടം ഒരുത്തനെ കുരിശിരുത്തി ഇടിച്ചാൽ അവൻ 8 വട്ടം കറങ്ങിട്ട് നേരെ നിൽക്കൂ. അതാണ് ഈ 8 വട്ടം വിക്രമൻ. സൂപ്പർ നാടകത്തിന്റെ ഡയലോഗ്. അതെന്താന്നറിയോ, ഈ പോലീസുകാരുടെ പരിപാടിക്കകത്ത് മൊത്തം ഞാനാണ് അഭിനയിക്കുന്നത്. മെയിൻ സെൻട്രൽ ക്യാരക്ടറൊക്കെ ഞാനാണ്. എന്നെ കൊണ്ട് ആ നാടകം അഭിനയിക്കാൻ പറ്റുള്ളൂ. നാടകം സൂപ്പർ ആയിരുന്നു. നീ കൂടുതൽ സൂചിപ്പിക്കണ്ട. കാട്ടുകോഴിയെ കറി വെച്ചാലും നില്ല ഞാൻ അകത്താക്കും, ഉറപ്പാ. സാറേ സത്യം പറഞ്ഞ കാട്ടുകോഴിയെ കൊണ്ടുവന്നാരാണെന്ന് അറിയാമോ? അവനാണ്. നീ കാട്ടുകോഴിയെ നീ കാട്ടിൽ പിടിച്ചോണ്ട് വരണം. ഇവനെ കണ്ടിട്ടുണ്ട് കള്ള ലക്ഷണം. നീ വെള്ളം അടിച്ചിട്ട് നീ നിന്റെ ഭാര്യ മർത്തിക്കോളാം. ഇല്ല സാർ, അങ്ങനെ ഒരു പേരുദോഷം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. ഞാൻ വെള്ളം അടിക്കാൻ പോകുന്നതിന് മുമ്പ് 2 എണ്ണം കൊടുത്തിട്ട് പോകും. പക്ഷെ എന്റെ ഭാര്യ ഉണ്ടല്ലോ, എത്ര താമസിച്ചാലും ഞാൻ വീട്ടിൽ പോയിട്ട് അവൾ ഉറങ്ങാറുള്ളൂ, കാത്തിരിക്കും. അത് ഭയങ്കര സ്നേഹം തന്നെ നിന്റെ ഭാര്യ. സ്നേഹം കൊണ്ടല്ല, അവക്ക് എന്നെ തിരിച്ചടിച്ചാലേ ഉറക്കം വരുള്ളൂ. എന്റെ ഭാര്യയുടെ അതേ സ്വഭാവം. വെപ്പുമൂക്കാന്ന്. നിങ്ങളെ കുറിച്ച് ഇവിടെ ഒരു പരാതി കിട്ടിട്ടുണ്ടല്ലോ. ചെവിക്കകത്തുന്നല്ല, ഈ നാട്ടിൽ നിന്ന് ഒരു പരാതി കിട്ടിട്ടുണ്ട്. എന്താ പരാതി? ഇത് മൊത്തം മായക്കള്ളാന്ന്. മായക്കള്ള? എന്റെ പൊന്നു സാറേ, ഇത് അസൂയക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. സത്യം പറഞ്ഞ ഞാൻ ഉണ്ടാക്കുന്ന കള്ളെന്ന് വെച്ചാൽ 916 പരിശുദ്ധിയുള്ളതാണ്. അപ്പൊ 2 കേസ്. എന്ത് കേസ്? കള്ളിന്റെ കൂടെ സ്വർണ്ണക്കടത്ത്. അതല്ലെന്ന്, ഈ കള്ള് നല്ല 1-ാം ദിനം പഷ്ട് കള്ളാണെന്നാണ് ഉദ്ദേശിച്ചത്. സാറൊന്ന് കുടിച്ചു നോക്ക്, അന്തിക്കള്ളാണ്. അന്തിക്കള്ളാണോ? സാറേ താറാവിറച്ചി എടുക്കട്ടെ? താറാവ് വേണ്ട, താറാവ് വേണ്ട. പക്ഷിപ്പനി സാറേ പക്ഷിപ്പനി ഒന്നും പേടിക്കണ്ട. ഞാൻ നല്ല പാരസെറ്റമോൾ ഇട്ടിട്ടേ വറുത്തരച്ച് വെച്ച കറിയാണ്. പാരസെറ്റമോളോ? മെഡിസിൻ മിസ്യൂസ്. IPC 375 ബെക്കാടി വൈറ്റ് ഓംബ്ലേറ്റ് ബുൾസൈ എല്ലാത്തിനും ഞാൻ അകത്താക്കും. ഇത് മൊത്തം സാർ തിന്നു. എല്ലാത്തിനും ഞാൻ അകത്താക്കുന്നു. കാട്ടുകോഴിയെ പിടിച്ചോണ്ട് വകയിൽ നിന്നെയും, അത് മേടിച്ച വകയിൽ നിന്നെയും, അത് പാരസെറ്റമോൾ കറി വെച്ച വകയിൽ നിന്നെയും ഞാൻ അകത്താക്കും. പക്ഷെ ഇവിടുത്തെ അന്തിക്കള്ളെന്ന് പറഞ്ഞാൽ കീച്ചൻ കള്ള. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. സമതിന്നോ? അപ്പൊ അല്ല, സ്റ്റേഷനിൽ നിന്ന് സുമതി കോൺസ്റ്റബിൾ. എന്താ പ്രശ്നം? ഹലോ, കോശത്തിൽ വന്ന് കയറിയോ? ടെൻഷൻ അടിപ്പിക്കല്ലെന്ന്. ഇവിടെ 3ാമത്തെ ബെല്ലിന് ഞാൻ വന്ന് കയറുമെന്നു. ഓക്കെ. മൂന്നാമത്തെ ബെല്ല്. അല്ല 3ാമത്തെ സെല്ല്. 3ാമത്തെ സെല്ലാണ് പിടിയട്ടാ പുള്ളി കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല. നീ ആരുടെ കൂടെ മദ്യപിക്കുന്ന അറിയാം നിനക്ക്? കള്ളുകൂടിയിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പമില്ല, ജാതിയോ മതമോ വ്യത്യാസമോ ഇല്ല. ഈ കള്ള് ഷാപ്പിൽ കള്ളുകുടിയൻ ഒറ്റ പേരുള്ളൂ, കള്ളുകുടിയൻ. കള്ളുകുടിയനാണ്. നിന്നെ ഞാൻ അകത്താക്കും. ഞാൻ എന്റെ അകത്താക്കോ? ഇട്ടാവട്ടം എട്ട് വീട്ടു. എത്ര വട്ടമായാലും താനെ ഇവിടെ കിടന്ന് കള്ളും കുടിച്ച കറിവെപ്പ് കാര്യമായിട്ട് പാട്ടും പാടി സൂചിച്ചില്ലേ? അത് ഞാൻ മൊബൈലിൽ ഇങ്ങനെ എത്തി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൻഡ് ചെയ്ത് തരണേ. അതൊക്കെ
ഒക്കെ സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് ഞാൻ നാട്ടുകാരെ മൊത്തം കാണിച്ച് തന്റെ തൊപ്പിന്ന് ഞാൻ തെറിപ്പിക്കും. എല്ലാത്തിനും ഞാൻ ചുട്ടുപോലും കത്തിച്ചോളാം ഞാൻ. നോക്കിക്കോ, കത്തിക്കുന്നു പറഞ്ഞാൽ കത്തിക്കും ഞാൻ. നീ എന്നെ അക്രമാണ് ഇവിടെ കിടന്ന് കാണിക്കണത്. അജി സത്യമായിട്ട് സാറേ ഞാനല്ല സാറേ, അവരാണ് സാറേ കാട്ടുകോഴിയെ കൊണ്ടുവന്നത്. ഞാൻ കാട്ടുകോഴി ഇയാൾക്ക് വിറ്റ്. സാറേ എന്നിൽ കാട്ടുകോഴി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അവക്ക് കൊടുത്ത്. ഇപ്പൊ കാട്ടുകോഴി അവളെയാണ് സാറേ. എന്റെ കയ്യിലില്ല സാറേ, സത്യമായിട്ട് എന്റെ കയ്യിലില്ല. അപ്പൊ എന്റെ കാട്ടുകോഴി നാടകം നീ ഇവർക്ക് വിറ്റല്ലേ? ദാ, ഒരു വർഷം 2 സമിതി ഒരു നാടകം കളിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. നാടകോ? ആ എന്റെ നാടകത്തിലെ മെയിൻ നടനല്ലേ നിൽക്കണത്. നാടകം നടന്നോ? അപ്പൊ എസ് അല്ലേ? അല്ലല്ലോ. അപ്പൊ വിക്രമൻ 8 വട്ടം ഇവന് ഞാൻ ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ 8 വട്ടം തെറ്റിക്കും. അതുകൊണ്ട് ഞാനിട്ട പേരാണ് വിക്രമൻ 8 വട്ടം. എടാ വിക്രമ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ള് കുടിച്ചിട്ട് തട്ട കയറരുതെന്ന്. ഇവനെ ഒരു സംഭവം ഉണ്ട്. അടിക്കാൻ തട്ട കയറിയല്ല. അതെന്താന്നറിയോ, കർട്ടൻ പോക്കുമ്പോ ആൾക്കാരെ കാണുമ്പോ എനിക്ക് മാനസിക വിഭ്രാന്തി, വയറുവേദന എടുക്കും. അതുകൊണ്ടാ ധൈര്യക്കുറവ്. കർട്ടൻ പൊക്കാൻ സമയം വാ. ഒന്ന് നിക്കണേ. അതായത് എന്റെ അഖില ലോക നാടകക്കാരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾക്ക് മാനക്കേടുണ്ടാക്കിയ ഈ മാന്യദേഹത്തിന് ഞാൻ ഒരു ഉപഹാരം കൊടുക്കാൻ പോവുകയാണ്. പൊന്നാട പൊന്നാട തന്നോളൂ. ആചാരെ, ഇത് പൊന്നാട തന്നല്ല, അടിച്ചിട്ട് കണ്ണി കൂടെ പൊന്നിച്ച പറത്തിയതാ. അനക്ക് അങ്ങനെ തന്നെ വേണം. കോമഡി മാസ്റ്റേഴ്സ് ഫൈനൽ സെഗ്മെന്റ് ആണ് നമ്മുടെ അവാർഡ് സെറമണി. മികച്ച ചളി, മികച്ച കൗണ്ടർ, ഈ ചിരിക്കുന്ന സ്മൈലിയൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വെരി ഈസി. ഭയങ്കര കോമ്പറ്റീഷൻ ആണെങ്കിലും പക്ഷെ ഇന്ന് കുറച്ച് ആയിട്ടുള്ള കാര്യം, ഭയങ്കര ചളി ഇങ്ങനെ ടകടകടകട എന്ന് വരുന്നുണ്ടായിരുന്നു. ചളി എനിക്ക് തോന്നുന്നു നമ്മൾ മാനത്തൂടെ പോകുമ്പോഴാണോ വന്നത്? അതെ, ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ. അതെ, ഒരു ഊട്ടി യാത്ര. എവിടെ പോകണം? ഊട്ടി. ഈശ്വര കൽക്കരി ട്രെയിൻ എന്നും പറഞ്ഞ് ഫ്ലൈറ്റ് കയറിയിരിക്കുന്നു. പുക കണ്ട വിചാരിച്ച് കൽക്കരി ട്രെയിൻ എന്ന്. ഹലോ, ഇത് ഫ്ലൈറ്റ് ആണ്, അല്ലാതെ ഊട്ടിയിലാണ്. പ്രേക്ഷകരെ, മികച്ച കൗണ്ടർ ഇത്തവണ നോബി മർക്കോസ് കൊണ്ടുപോകുമോ അതോ വേറെ ആർക്കെങ്കിലും ആണോ ലഭിക്കുന്നത്? അല്ല, മികച്ച കൗണ്ടർ നോബിക്ക്. ഏതിന്? എയർ ഹോസ്റ്റസ് മറ്റേ ഹീറ്റ് ടവലില്ലേ, അത് കൊണ്ടുവന്നു. ഞങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരുത്. അപ്പൊ ഞാൻ 2 എണ്ണം എടുത്തിട്ട് 1 ഉല്ലാസറിന് കൊടുത്തു. അണ്ണെന്നാ തണുക്കും മുമ്പേ തിന്നാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അണ്ണാ അപ്പൊ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൈ കൊടുത്തപ്പോ ചൂട്. അണ്ണാ തണുക്കും മുമ്പേ തിന്നാൻ പറഞ്ഞു. എന്നാടാ അത് പറഞ്ഞു. പ്രേക്ഷകരെ, ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ കാണാം. അതായിരിക്കും ബൈ, ഗുഡ് നൈറ്റ്.